ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ നമ്മൾ പതിവ് പോലെ ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ അത് രാവിലെ നമ്മൾ എന്നും ഇറങ്ങാൻ, പക്ഷേ ഇന്ന് നമ്മൾ രാത്രിയാണ് ഇറങ്ങിയിരിക്കുന്നത് ഗൈസ്. നല്ല നിലാവുള്ള രാത്രി ഗൈസ്, നല്ല നിലാവൊക്കെയാണ്, നല്ല സുഖമുണ്ട് കേട്ടോ, ഭയങ്കര തണുപ്പാണ്. ഓക്കെ, നമ്മളെന്തായാലും ഇപ്പോൾ ഇവിടെ വെറുതെ ഇങ്ങനെ നടക്കുക കേട്ടോ. നമുക്ക് എന്തായാലും കുറച്ച് ചില്ല് ചെയ്ത് കുറേ നേരം കൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാം. അയ്യോ, ആരാടാ താൻ? ആകെ അർമാദം ഡോ, മിണ്ടാണ്ടിരിക്കടോ. ആരാടോ താൻ? ഇവൻ എന്ത് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച്? ഇവൻ ഭയങ്കര വിയേർഡായിട്ടോ ബിഹേവ് ചെയ്യുന്നത്. ഇവൻ ഭയങ്കര ഡാൻസ് ഒക്കെ കളിച്ച് നമ്മുടെ പിന്നാലെ ഓടി വരും. എനിക്ക് പേടിയാവണം, ഞാൻ വീട്ടിൽ പോട്ടെ. നിനക്ക് ചില്ല് ചെയ്യണം എന്നല്ലേ പറഞ്ഞത്? വാ. ആകെ അർമാദം ഒന്ന് പാടാ അവിടുന്ന്. എനിക്ക് അർമാദിക്കണ്ട, അങ്ങോട്ട് മാറിക്ക്. ഒയ്യോ ഗൈസ്, തന്നെ ഞാൻ വെടി വെച്ചോലും, മര്യാദക്ക് പോയിക്കോ. ആകെ അർമാദം. നിർത്തട അവൻ്റെ ഒരു അർമാദം. എനിക്ക് അർമാദിക്കണ്ട, നീ മിണ്ടാണ്ടായിരുന്നോ? നീ ആരാണ്? ഞാൻ ആരാണെന്ന് നീ അറിയേണ്ട ആവശ്യമില്ല. നീ ആരാണ്? ഞാൻ ആരാണെന്ന് നീ അറിയേണ്ട ആവശ്യമില്ല. ഓ, ഇവനെ ഞാൻ മര്യാദക്ക് നീ ആരാന്ന് പറഞ്ഞ, അല്ലെങ്കിൽ നിന്റെ മസ്തിഷ്കം ഞാൻ വെടിവെച്ച് പൊട്ടിക്കും. ബൈ. ഇവനെങ്ങോട്ടാ ഗൈസ് പോയത്? ഈ പൊട്ടനെ കാണാനല്ല. എനിക്ക് ഇവനെ ഭയങ്കര പേടിയാവുന്നുണ്ട് കേട്ടോ ഇവനെ കണ്ടിട്ട്. ഇവൻ നമ്മളടുത്ത് എന്തൊക്കെയാ പറഞ്ഞത്? ഇവൻ ഫുൾ വിയേർഡായിട്ടാണ് കേട്ടോ. ഇനി ആരാന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് പോയി കിടന്നുറങ്ങാം. ഇനി മേലാക്കാൻ ഞാൻ രാത്രി ഇറങ്ങൂല. നമുക്ക് എന്തായാലും കിടന്ന് ഉറങ്ങാം ഗൈസ്. അല്ല പിന്നെ നല്ല ഉറക്കം വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്, നമുക്ക് എന്തായാലും എഴുന്നേക്കാട്ടോ. എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ആ ഒരാളാട്ടോ. അയാൾ ഇന്നലെ രാത്രി വന്ന് ഫുൾ ഡാൻസ് കളിയായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായി സത്യം പറഞ്ഞാൽ. നിങ്ങൾക്ക് പേടിയായോ? കാരണം രാത്രി നമ്മളൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ വന്ന് ഡാൻസ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന എങ്ങനെ ഉണ്ടാവും? എന്തേലും ആവട്ടെ, നമുക്ക് വേഗം പോവാം ഗൈസ്. നമ്മളെന്തായാലും ഇപ്പോൾ ഇവിടെ വർക്കൗട്ട് ചെയ്യട്ടോ. നമുക്കെന്തായാലും വർക്കൗട്ട് തുടർന്നുകൊണ്ടിരിക്കുക, കാരണം നമ്മുടെ ബോഡി ഒന്ന് സെറ്റ് ആവട്ടെ. വാ അൽവാ കണ്ണാലേ. ആരാടാ അത്? വാ അൽവാ കണ്ണാലേ. ഇവിടെ അലുവ വേണ്ട, പൊയ്ക്കോ. വാ അൽവാ കണ്ണാലേ. ഇതാരാ ഇവൻ? കുറെ നേരമായല്ലോ. നമുക്ക് അങ്ങോട്ട് ചെന്ന് പറയാം അലുവ വേണ്ടാന്ന്. അയ്യോ, ആരാ ഗൈസ്? ഇവൻ ഇന്നലെ വന്നവനല്ലേ? ഇവൻ തന്നെ ഗൈസ്, ഇത് യവൻ തന്നെ. എടോ, താനെന്തിനാടോ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? മിണ്ടായിരിക്കും അവിടെ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇയാളെ ഫോട്ടോയൊക്കെ എടുത്ത് കേട്ടോ ഗൈസ്. നാളെ എന്തായാലും ഞാൻ ഇയാളെ സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യും. കാണിച്ചെടുക്കാൻ വരാൻ. നമുക്കെന്തായാലും ഓടിക്കാന്ന് പറഞ്ഞ് ഓടാം. കണ്ട വഴി വിടാം ഗൈസ്. വീട്ടിൻ്റെ ഉള്ളിലേക്ക് വേഗം കയറിപ്പോയി കിടന്ന് ഉറങ്ങാം. പേടിയാവുന്നു. അയാൾ എന്തിനാണോ ഈ രാത്രി മാത്രം എഴുന്നള്ളുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. എന്നാലും എന്തിനാവും അയാൾ വന്നിട്ടുണ്ടാവുക? ഒന്നും മനസ്സിലാവില്ല. നമുക്ക് കിടന്ന് ഉറങ്ങാട്ടോ, രാവിലെ എണീക്കാം ഇനി. ഗൈസ്, രാവിലെ ഉണ്ട്. ഇനി വേഗം സ്റ്റേഷനിലേക്ക് പോവാം. അയാളെ നമുക്ക് കേസ് കൊടുക്കാനുള്ളതാണ്. എന്തായാലും അയാൾ ഇന്നലെ രാത്രി വന്നതല്ലേ, എന്തായാലും അയാൾക്കുള്ള ഡോസ് കൊടുത്തിട്ട് വരാം. വേഗം സ്റ്റേഷനിലേക്ക് പോവാം. അങ്ങനെ പോവാൻ മാത്രമൊന്നുമില്ല ഗൈസ്, തൊട്ടടുത്താണ്. പക്ഷേ നമുക്ക് നടന്നു പോകാനുള്ള ഒരു ഇതൊന്നുമില്ല. ഇനിയിപ്പം നടന്നങ്ങോട്ട് എത്തണ്ടേ. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേഗം സ്റ്റേഷനിലേക്ക് വണ്ടി വിടാം ഗൈസ്. നമ്മളെന്തായാലും ഇപ്പോൾ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. നമ്മളെന്തായാലും ഇപ്പോൾ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു സാറൊക്കെ നിൽക്കുന്നുണ്ട്. സാറേ, എന്നെ രക്ഷിക്കണേ. എന്താടാ ഇപ്പോൾ വന്നിരിക്കുന്നേ? സാറേ, ഞാനൊരു കംപ്ലൈൻറ്റ് തരാൻ വന്നതാ. കാരണം കുറേ ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിരുന്നു. എൻ്റെ വീട്ടിൽ ഒരാൾ ദിവസവും രാത്രി നട്ടപാതിര 12 മണിയൊക്കെ കഴിഞ്ഞിട്ട് വരും. ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ അയാൾ എൻ്റെ മുന്നിൽ കിടന്ന് ഡാൻസ് കളിക്കും, എൻ്റെ പിന്നാലെ ഡാൻസ് കളിച്ചുകൊണ്ട് വരിക. നീ രാത്രി നട്ടപാതിരക്ക് എന്താ ചെയ്യുന്നത്? ഞാൻ വെറുതെ പുറത്തിറങ്ങുന്നേ. ഞാൻ അയാളെ ഫോട്ടോ കാണിച്ചു തരാം. നിൽക്ക് സാറേ, ഇത് നോക്ക്. എടാ ഫ്രാങ്ക്ലിനെ, ഇത് ഞങ്ങളുടെ CI സാറാ. സാറിനാണെങ്കിൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന അസുഖമുണ്ട്. അതെന്തായാലും ആർക്കും മാറ്റാൻ പറ്റില്ല. ഒരു സ്വാമി ശപിച്ചതാണ്. ഇനി ആ ഒരു ശാപം പോകണമെന്നുണ്ടെങ്കിൽ ആ സ്വാമിയെ കൊല്ലണം. അവർ വില്ലേജിലാണ് താമസിക്കുന്നത്. പേര് അംബിക. അവരെന്തായാലും കൊല്ലണം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു CI സാറ് രക്ഷപ്പെടില്ല. നിനക്ക് വേണേ മതി, അവരെ കൊന്നതിന് CI സാറ് പഴയ പോലെ ആവും. പിന്നെ നിൻ്റെ വീട്ടിൽ വന്ന് ഡാൻസ് കളിക്കുന്നുള്ള ഒരു കേസൊന്നും നിനക്ക് വരത്തില്ല. ഓക്കെ. താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ സാർ. താങ്ക് യു. എന്തായാലും നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് സാറേ. അപ്പോൾ ഞാനിത് എപ്പോഴാണ് ചെയ്യണ്ടേ? നിനക്കെപ്പോൾ വേണമെങ്കിലും ചെയ്യാം, പക്ഷേ
അവര് ഒരു സാധാരണയല്ല, ഒരു സാമ്യല്ല. അപ്പോൾ ഭയങ്കര പെശകാന്നൊക്കെ ഞാൻ കുറേ ആൾക്കാരെ നിന്ന് കേട്ടിട്ടുണ്ട്. ഓ പിന്നെ കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പൻ്റെ കൈയറുത്തപ്പോൾ കട്ടച്ചോരയാ മോത്ത് വീണേ. അത്രയ്ക്കുണ്ട് ഒരു പീറ ആട്. ആടോ? കൈപ്പഴ കുഞ്ഞപ്പനോ? ഇതൊക്കെ ആരാടോ? അത് സോറി സാറേ, ഒരു പഞ്ചിന് വേണ്ടി പറഞ്ഞതാ. സാറിന് കാര്യം പിടിയിട്ടില്ലേ? എനിക്കിതൊക്കെ സില്ലി കേസാ. ഞാൻ ഇപ്പം ചെയ്തിട്ട് വരാം സാറേ. ഓക്കെ, വേഗം പോയിട്ട് വാ. നിന്റെ ജടം കാണാതിരുന്നാൽ മതി. സാറേ, മനുഷ്യനെ വെറുപ്പിക്കല്ലേ. സാറ് ചുമ്മാ പറയുമെന്നേ. ദേ നോക്കൂ ഗൈസ്, മുന്നിൽ റെഡ് കാർ പോകുന്നു. അപ്പം നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് എന്താണ്? സബ്സ്ക്രൈബ് ബട്ടൺ നെക്കി പൊട്ടിക്കൂ. ആ നീല വീട്, ആ നീല കളർ ലൈക്ക് നെക്കിയിട്ട് നിങ്ങൾ അതിനെ ബ്ലാക്ക് കളറാക്കൂ. ഭയങ്കര അടിപൊളി മാജിക്കിന് കേട്ടോ. ചെയ്യ്. എന്തൊട്ടേ വെറുതെ നോക്കി നിൽക്കണേ. എന്തായാലും ഒരു കാര്യം ചെയ്യ്. ഇതാട്ടോ വീട്. ഹലോ, ആരാടാ താൻ? എന്തിനാടോ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത്? തനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ടോ? ഞാൻ ഇപ്പൊ തന്നെ ചെയ്തുതരാം. എന്താണ് കേസ്? വേഗം പറയ്. ആഹാ, എന്റെ കേസ് നിന്നെ കൊല്ലുക എന്നുള്ളതാണ്. അയ്യോ, എന്നെ രക്ഷിക്കണമേ ആരെങ്കിലും. നിന്നെ രക്ഷിക്കാൻ ഇനി ആരും വരികയില്ല. എന്തിനാണ് എന്നോട് ഈ മഹാഭാവം ചെയ്യുന്നത്? CI സാറിനെ നീ ശപിക്കൊല്ലടി. നിന്നെ കാണിച്ചു തരാം ഞാൻ. അല്ല പിന്നെ, അവളുടെ വിചാരം അവൾ വലിയ ആളാന്ന്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്കിനി നമ്മുടെ പണി നോക്കി പോവാം. ഇവളെന്തായാലും മരിച്ചില്ലേ, ഇനി എന്തായാലും നമുക്ക് ആ CI സാറിനെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ വിളിച്ച് വൈകിപ്പിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയ വീഡിയോ ആയിട്ട് കാണാം. എല്ലാ ഫ്രണ്ട്സിനും ഗുഡ് ബൈ.